നമസ്കാരം. എല്ലാവർക്കും ധ്യാൻസ് വേൾഡിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞാൻ സുഖമായിട്ടിരിക്കുന്നു. ഫാമിലി, കുഞ്ഞ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. എൻ്റേത് നിങ്ങളും അതുകൂട്ട് തന്നെ ഇരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ബീറ്റ്റൂട്ട് മോരുകറിയാണ്. ഞാൻ ഒരു വട്ടം ട്രൈ ചെയ്ത് നോക്കി, എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഇപ്പം ഞാൻ ഈ ഒരു വീഡിയോ ഒക്കെ ഷെയർ ചെയ്യുന്നുണ്ട്, ഞാൻ വിചാരിച്ചു നിങ്ങൾക്കൂടെ അത് ഷെയർ ചെയ്ത് തരാമെന്ന്. എല്ലാ ആൾക്കാരും ട്രൈ ചെയ്തിട്ടുണ്ടായിരിക്കും, അറിയാം. പക്ഷേ നമ്മുടെ ചെറിയ കൊച്ചുമക്കൾക്ക് ചിലപ്പോൾ ഈ ബീറ്റ്റൂട്ട് ഇഷ്ടപ്പെടത്തില്ല, കഴിക്കാൻ ഇഷ്ടപ്പെടത്തില്ല, ഇല്ലേ? അപ്പോൾ അവർക്ക് അവരുടെ ഉള്ളിൽ ചെല്ലാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ചെറിയ ചെറിയ ട്രിക്ക് വഴിയൊക്കെ വെജിറ്റബിൾസൊക്കെ കൊടുക്കത്തില്ലേ? അപ്പോൾ നമുക്ക് ബീറ്റ്റൂട്ട് ഇങ്ങനെ ഒന്ന് കൊടുത്തു നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ട്രൈ ചെയ്യാം. കമാ. അപ്പോൾ നമ്മളിത് ആദ്യം ഒരു ചട്ടി എടുത്ത് അടുപ്പിൽ വെച്ച് ചൂടാക്കുന്നുണ്ട്. അതിലോട്ട് കടുക്, ഉലുവ ഇട്ട് പൊട്ടിക്കുന്നു. വറ്റൽമുളക്, നമ്മുടെ ചുമന്ന മുളകുണ്ടല്ലോ, അതും ഇട്ട് പൊട്ടിക്കുന്നു. അത് പൊട്ടിക്കഴിഞ്ഞ ശേഷം അതിലോട്ട് നമ്മൾ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, ഉള്ളിയിട്ട് നല്ലതായിട്ട് വഴട്ടുന്നു. അത് ചുമന്ന കളറായി കഴിയുമ്പോൾ തന്നെ നമ്മൾ അതിലോട്ട് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച കുറച്ച് തക്കാളി, കറിവേപ്പില. തക്കാളി ഓപ്ഷണലാണ് കേട്ടോ, അത് വേണമെങ്കിൽ ചേർത്താൽ മതി, വേണമെന്ന് നിർബന്ധമില്ല. അതുകൊണ്ട് നമ്മൾ ബീറ്റ്റൂട്ട് നമ്മൾ നല്ലതായിട്ട് നൈസായിട്ട് ഗ്രേപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് അതുകൊണ്ട് ഇട്ട് നല്ലതായിട്ട് വഴട്ടിയിട്ട് കുറച്ച് ശകലം വെള്ളം ഒഴിച്ചിട്ട് നമ്മളത് അടച്ച് വെച്ച് ഉപ്പും ഇട്ട് അടച്ച് വെച്ച് വേവിക്കണം. അത് നല്ലതായിട്ടൊന്ന് വഴട്ടണം കേട്ടോ. വഴറ്റിയിട്ടാണ് ഒന്ന് പച്ചമണം ഒന്ന് ചെറുതായിട്ടൊന്ന് വാടിയതിന് ശേഷം വേണം നമ്മളതിലോട്ട് ശകലം വെള്ളം ഒഴിച്ച് അടച്ച് വെച്ച് വേവിക്കണം. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. പിന്നെ അതിലോട്ട് നമ്മൾ അരച്ച് വെച്ച മോര് ചേർത്ത് കൊടുക്കുക. നല്ലതായിട്ട് കൈവിടാതെ ഇളക്കണമേ, ചട്ടിയും കൂടെ ആയതുകൊണ്ട് തിളയ്ക്കും. അതുകൊണ്ട് നിങ്ങൾ മോരൊഴിച്ച് കഴിഞ്ഞ ഉടനെ ചട്ടി ഓഫ് ചെയ്യുക. ഓഫ് ചെയ്തിട്ട് നല്ലതായിട്ട് ഇളക്കുക. നല്ലതായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. വെള്ളം വേണ്ടെങ്കിൽ വെള്ളം വേണമെങ്കിൽ ഇച്ചിരി ചേർക്കുക. ഇത് നമ്മുടെ കായപ്പൊടിയാണ്. കായപ്പൊടിയും ചേർത്ത് നല്ലതായിട്ട് ഇളക്കി എടുത്ത് നമ്മുടെ ബീറ്റ്റൂട്ട് മോരുകറിയുടെ റെഡിയാണ്. ഇന്ന് കഴിക്കാൻ നമുക്ക് ചോറ്, കപ്പ, മീൻകറി, ബീറ്റ്റൂട്ട് മോരുകറിയായിരുന്നു. ഓക്കെ, ആദ്യമായിട്ട് കാണുന്നവർ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്